ഹായ്, അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഇതിൽ എവിടെ രണ്ട് പോർഷൻസ് അല്ലേ, റേറ്റും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റും ഇങ്ങനെ രണ്ടെണ്ണമാണ് കണ്ടത്. ഇനി നമുക്ക് അടുത്ത രണ്ടെണ്ണം ഏതൊക്കെ, തിയറീസ് ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻസും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോസും. ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 4.606 × 10⁻³ The time required to reduce 20 gram of reactant to 0.2 gram. ഓക്കെ, ഇത് നമുക്കറിയാം എന്താണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? റേറ്റ് കോൺസ്റ്റൻറ്റ് കെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ആൻഡ് ടൈം? റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇസ് ഈക്വൽ ടു 2.303/t log initial concentration by ഫൈനൽ കോൺസെൻട്രേഷൻ. ഇതാണ് നമ്മുടെ റിലേഷൻ കിടക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇതിൽ ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, കെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4.606 × 10⁻³ 2.303/t ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി ആയിട്ട് തന്നെ ഞാൻ ഇടുന്നു. ടി ഇസ് ഈക്വൽ ടു ലോഗ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്താണ്? ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് 2 gram to 0.2 എന്നാണ് പറയണത്. സോ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 2, ഫൈനൽ കോൺസെൻട്രേഷൻ 0.2. ഓക്കെ, യാ, ശരിയല്ലേ? കറക്റ്റാണ്. ഓക്കെ, സോ നോക്കിയേ, ടി ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ടി 2.303, ഞാൻ ടി അങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 4.606 × 10⁻³ കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ ഡബിളേറെ? കറക്റ്റാണ്. ഓക്കെ, സോ യെസ്, ലോഗ് 2/0.2, ലോഗ് 2/0.2 ഈസ് ലോഗ് 10 അല്ലേ? ലോഗ് 10 എന്ന് പറയും. നിങ്ങൾക്കറിയാം ലോഗ് 10ൻ്റെ വാല്യൂ എത്രയാണ്? ലോഗ് 10ൻ്റെ വാല്യൂ 1. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. സോ യു വിൽ ഗെറ്റ് ടി ഇസ് ഈക്വൽ ടു 2.303/4.606 × 10⁻³ × 1. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദിസ്? 2 അല്ലേ? സോ 1/2 എന്ന് വരും. 1/2 × 10⁻³ എന്ന് വരും. ദാറ്റ് ഈസ് 0.5 × 10⁻³ എന്തായത് 0.5 × 10⁻³ ദാറ്റ് ഈസ് 500 എന്ന് വരും അല്ലേ? സോ യുവർ ആൻസർ ഈസ് 500 സെക്കൻഡ്സ്. നിങ്ങളുടെ ഉത്തരം എത്രയാണ്? 500 സെക്കൻഡ്സ് എന്നാണ് നിങ്ങൾക്ക് ഉത്തരം വരുന്നത്. 500 സെക്കൻഡ്സ് ഓപ്ഷനിലുണ്ട്. ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ. വാട്ട് ഹാപ്പൻഡ്? ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങളുടെ ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? 500 സെക്കൻഡ്സ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കെ, ദ ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് 99% ഓഫ് ദ റിയാക്ഷൻ ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കെ ആണെന്ന് തന്നിട്ടുണ്ട്. ടൈം കണ്ടുപിടിക്കാനാണ് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിൻ്റെ ഏതാണ്ട് സിമിലർ രീതിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് പെർസെൻറ്റേജിലൊക്കെയാണ് തന്നിരിക്കുന്നത് കംപ്ലീഷനൊക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ കെ നമുക്കറിയാം കെ ഇസ് ഈക്വൽ ടു 2.303/t ലോഗ് നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ. ഓക്കെ, കെയ്ക്ക് ഇവിടെ കെ തന്നെയാണ് വാല്യൂ വരുന്നത്. 2.303. ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോഗ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. നോക്കിയേ, ഇങ്ങനെ പെർസെൻറ്റേജിൽ തന്നു കഴിഞ്ഞാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് 100 ആണ്. ഓക്കെ, എന്നിട്ട് അവർ പറയണത് 99% എന്ത് ചെയ്ത് കഴിഞ്ഞു? റിയാക്ഷൻ നടന്നു കഴിഞ്ഞു എന്നാണ് പറയണത്. 99% കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കെ, ദ ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് 99% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 99 കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ മിച്ചം ഇനി എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. സോ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയായിട്ട് എടുക്കുക? 1 ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ മക്കളെ? സോ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. 2.303/k ലോഗ് 100 എന്ന് വരും. ഓക്കെ, ലോഗ് 100ൻ്റെ വാല്യൂ എത്രയാണ്? ഞാൻ പലപ്പോഴും ഉണ്ടല്ലോ
പലപ്പോഴും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്, ലോഗ് 100ൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ എന്ന് ചോദിക്കുമ്പോൾ ഒരു 50% ഓഫ് സ്റ്റുഡൻസ് പറയുന്ന ആൻസർ ഒന്നും ചിന്തിക്കാതെയാണ് 10 എന്നങ്ങ് പറയും. ജസ്റ്റ് അങ്ങ് പറഞ്ഞു കളയും 10 എന്ന്. ചിലപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്കും അങ്ങനെ ഒരു തെറ്റ് വരുത്താനുള്ള സാധ്യതയുണ്ട്. എടാ 10 അല്ല. ഓക്കെ, സോ എന്താണ് ലോഗ് 100ൻ്റെ വാല്യൂ എങ്ങനെ കൗണ്ട് ചെയ്യേണ്ടതാ? ലോഗ് 100 നിങ്ങൾക്കറിയാം, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 303/k ലോഗ് 10⁻², അല്ലേ? 10⁻² ആണ് 100 എന്ന് പറയണേ. ആണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ലോഗ് a⁻b നിങ്ങൾ എങ്ങനെ എഴുതും? b ലോഗ് a എന്ന് എഴുതും, അല്ലേ? സോ യു ക്യാൻ റൈറ്റ് 2 ലോഗ് 10. ലോഗ് 10ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 1 ആണ്. സോ 2 ലോഗ് 10ൻ്റെ വാല്യൂ എത്ര വരും? 2 എന്ന് വരും. ഓക്കെ, സോ ലോഗ് 10⁻²ൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? 2. അതായത് ലോഗ് 100ൻ്റെ വാല്യൂ എത്രയാ? ലോഗ് 100ൻ്റെ വാല്യൂ 2 ആണ്. ഓക്കെ, തെറ്റിക്കല്ലേ? സോ ബേസിക്കലി യുവർ ആൻസർ ഈസ് 2.303 into 2 ലോഗ് 100ൻ്റെ 2/k, ദാറ്റ് ഈസ് 4.606/k. ഇതായിരിക്കും നിങ്ങളുടെ ടൈം റിക്വയർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. 4.606/k, യെസ്, 4.606/k നമ്മുടെ ഉത്തരത്തിലുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ അല്ലേ? സോ ലോഗ് 100 എന്ന് കണ്ട ഉടനെ ചാടിപ്പിടിച്ചിട്ട് 10 എന്ന് എഴുതാൻ നിന്ന് കളയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, when initial concentration of the reactant is doubled, half life period of zero order reaction എന്നാ സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് സീറോ ഓർഡറിൻ്റെ ഇക്വേഷൻ അറിയാമെന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. എന്താണ് ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ? ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? സോ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് T½ is equal to R0/2k അല്ലേ? ഇതല്ലേ T½ ഇക്വേഷൻ? ആണോ? ഇങ്ങനെയാണോ ഇക്വേഷൻ വരുന്നത്? ആണ് കേട്ടോ, R0/2k. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എ ഹാഫ് ലൈഫ് പീരീഡ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷൻ T½ is equal to R0 അതായത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ബൈ 2k ആണ്. ഓക്കെ, നൗ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ ഡബിൾ ചെയ്തു എന്നാണ് പറയണത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം T½ എന്ന് പറയണത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. സോ ഇതിനെ ഡബിൾ ആക്കിയാൽ T½ എന്ത് ചെയ്യും? ഡബിൾ ആകും. ഓക്കെ, റിയാക്ഷൻസ് ഈസ് ഡബിൾഡ്, ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് ഗെറ്റിംഗ് ഡബിൾഡ്. എന്ത് സംഭവിക്കും? ഹാഫ് ലൈഫ് പീരീഡും എന്താവും? ഡബിൾ ആകും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം. ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. ലോജിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ഷൻ ഈസ് ഡബിൾഡ് ഇൻ എ റിയാക്ഷൻ ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരീഡ് ഈസ് നോട്ട് അഫക്റ്റഡ്. ഓക്കെ, നിങ്ങൾ ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡബിൾ ചെയ്തിട്ടും ഹാഫ് ലൈഫ് പീരീഡിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ്റെ ഓർഡർ എത്രയാണെന്നാ? ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഹാഫ് ലൈഫ് ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരൊറ്റ ഓർഡറേ ഉള്ളൂ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. ഓക്കെ, സോ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു, ഹാഫ് ലൈഫ് ഡബിളായി, റിയാക്ഷൻ ഈസ് സീറോ ഓർഡർ. ഇനി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നിങ്ങൾ ഡബിളോ ട്രിപ്പിളോ 4 ടൈംസോ 6 ടൈംസോ എന്തൊക്കെയൊക്കെയോ ആക്കി, പക്ഷേ ഹാഫ് ലൈഫിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കാരണം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T½ എന്ന് പറയണത് 0.693/k. ഇക്വേഷനിൽ എന്തില്ല? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇല്ല. സോ ബേസിക്കലി നിങ്ങൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്താക്കിയാലും ഫസ്റ്റ് ഓർഡറിന് എന്തില്ല? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സോ ഇവിടുത്തെ നമ്മുടെ ഉത്തരം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. Okay, if half-life period is not affected, the order of reaction is first order. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A reaction is 50% completed in 2 hours and 75% completed in 4 hours. The order of the reaction is. അതായത് ഞാൻ ഒറ്റയടിക്ക് ഉത്തരം പറയും, ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും സംശയം തോന്നും, ഇതെങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ ആയത്, ഇതെങ്ങനെയാണ് ടീച്ചർ ഉത്തരം പറഞ്ഞത്? വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ഡിറൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T75% എന്ന് പറയുന്നത് അതിൻ്റെ T½ T50%ൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ,
T75% എന്ന് പറയുന്നത് അതിൻ്റെ T12ൻ്റെ ഇരട്ടിയായിരിക്കും കേട്ടോ. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസ് മാത്രമാണ്. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ T75% എന്ന് പറയുന്നത് T12ൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ്. ഓക്കെ, വേണേൽ നിങ്ങളൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കിക്കോ, സിമ്പിളാണ്. T75% ബൈ T50 ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, T75% എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2.303 ബൈ K ലോഗ് 75%. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100 എടുക്കുക, ഫൈനൽ കോൺസെൻട്രേഷൻ 75ഉം കംപ്ലീറ്റ് ആയി മിച്ചം എത്ര 25 ഡിവൈഡഡ് ബൈ 2.303 ബൈ K ലോഗ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100, 50% കംപ്ലീറ്റ് ആയി 50. ഓക്കെ, സോ ഫ്രം ദയർ ഇത് രണ്ടും കട്ടായി പോവും. സോ T75% ബൈ T50% ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എത്ര കിട്ടും? ലോഗ് 4 ബൈ ലോഗ് 2 എന്ന് കിട്ടും. ഓക്കെ, ലോഗ് 4 ബൈ ലോഗ് 2 എന്ന് കിട്ടും. ഓക്കെ, കൂടുതലൊന്നും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ലോഗ് 4നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 ലോഗ് 2. റൈറ്റ്, ലോഗ് 4 ലോഗ് 2⁻²2 എഴുതാം, ലോഗ് 2⁻²2നെ 2 ലോഗ് 2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ലോഗ് 2. സോ ലോഗ് 2ഉം ലോഗ് 2ഉം ക്യാൻസൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചം നിങ്ങൾക്ക് എന്താ ഉള്ളത്? T75% ബൈ T50 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് T75% ഇസ് ഈക്വൽ ടു T2 ഇൻറ്റു T50% for a first order reaction. Okay, so that is the relationship. Okay, so വളരെ സിമ്പിളാണ്. ഒരു T75% T50യുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ്. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ്. സോ നമുക്കറിയാം റേറ്റ് കോൺസ്റ്റന്റ് എന്താണ് മക്കളെ? റേറ്റ് കോൺസ്റ്റന്റിൻ്റെ ഇക്വേഷൻ എന്താ? നമുക്കറിയാം റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R. ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ റേസ് ടു ഓർഡർ. ഇതാണല്ലോ റേറ്റിൻ്റെ എക്സ്പ്രഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കിട്ടുന്നത്. സോ ഫ്രം ദാറ്റ് റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ റേസ് ടു X, where X is the order. What is rate? Rate is concentration by time. Rate എന്ന് പറയുന്നത് concentration by time ആണ്. So concentration by time into 1 by concentration raised to X. ഇതാണ് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് അല്ലേ? സോ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഓർഡറിനനുസരിച്ച് ഇതിനെ അങ്ങ് മാറ്റി കൊടുക്കുക. സോ റേറ്റ് കോൺസ്റ്റന്റ് ഇവിടെ ഇപ്പം നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ അവർ ചോദിച്ചിരിക്കുന്നത്. സോ സീറോ ഓർഡർ റിയാക്ഷനിൻ്റെ എന്നാ വരുവാടാ യൂണിറ്റ്? കോൺസെൻട്രേഷൻ ഉണ്ട്, കോൺസെൻട്രേഷൻ ബൈ ടൈം ഇൻറ്റു 1 ബൈ കോൺസെൻട്രേഷൻ റേസ് ടു സീറോ ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്നു. സോ കോൺസെൻട്രേഷൻ റേസ് ടു 0, എനിത്തിങ് റേസ് ടു 0 നമുക്ക് പറയാം 1 ആണ്. സോ ബേസിക്കലി സീറോ ഓർഡർ റിയാക്ഷനിൻ്റെ റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് എന്താണ്? കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ബൈ ടൈമിൻ്റെ യൂണിറ്റ്. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് മോൾസ് ലിറ്റർ ഇൻവേഴ്സ് 1 ബൈ ടൈമിൻ്റെ യൂണിറ്റ് ദാറ്റ് ഈസ് സെക്കൻഡ് ഇൻവേഴ്സ് 1. സോ മോൾസ് ലിറ്റർ ഇൻവേഴ്സ് 1 സെക്കൻഡ് ഇൻവേഴ്സ് 1. ഇതാണ് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ്. മോൾ ലിറ്റർ ഇൻവേഴ്സ് 1 സെക്കൻഡ് ഇൻവേഴ്സ് 1. മോൾ ലിറ്റർ ഇൻവേഴ്സ് 1 സെക്കൻഡ് ഇൻവേഴ്സ് 1. സോ നമ്മുടെ ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? സോ വേറെ ഒന്നും പഠിക്കണ്ട. ഓരോ ഓർഡറിൻ്റെയും യൂണിറ്റ് ഒന്നും കാണാണ്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ കാണാണ്ട് പഠിച്ച് നിങ്ങളുടെ തലയിലെ മെമ്മറി സ്പേസ് ഒന്നും കളയരുത്. ബയോളജി നമുക്ക് ആവശ്യത്തിൽ അതിലും അധികം അവിടെ എന്ത് ചെയ്യാനുണ്ട്? വെക്കാനുണ്ട്. സോ കെമിസ്ട്രിയുടെ ഒന്നും അങ്ങനെ കാണാണ്ട് പഠിച്ച് വെക്കരുത്. ഈ ഒരു സാധനം ഒന്ന് ഓർക്കുക. ഇതും ഓർക്കാനുള്ളതൊന്നുമല്ല. ആക്ച്വലി ഇതും ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓർത്താൽ മതി. ഇത് ഓർത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓർമ്മയിൽ വന്നോളും. ഓക്കെ, സോ ഇത് ഒന്ന് ഓർത്ത് വെച്ച് ചെയ്താൽ സെറ്റായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ എ സീറോ ഓർഡർ റിയാക്ഷൻ ഫോർ എവറി 10 degree റൈസ് ഓഫ് ടെമ്പറേച്ചർ ദ റേറ്റ് ഈസ് ഡബിൾ. ഈ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ അർഹീനിയസിൻ്റെ തിയറി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 10 degree Celsius to 100 degree Celsius റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി. ഓക്കെ,
എടാ ഈ ചോദ്യം ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോടാ, ദിസ് ഈസ് വെരി സിമ്പിൾ. ഒരു വളരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഈസി ട്രിക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ ഡബിൾ ആകുക, ഫോർ എവറി 10 degree റൈസ് ടെമ്പറേച്ചർ ഈസ് ഗെറ്റിംഗ് ഡബിൾഡ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ 2 ഡബിളാന്ന് പറഞ്ഞ സ്ഥിതിക്ക് 2 ഇൻറ്റു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ചേഞ്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ 100ഉം 10 to 100 10 to 100 ടെമ്പറേച്ചർ ചേഞ്ച് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ 10 to 100 എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി എത്ര വരും? 90 വരും. ഓക്കെ, 10 to ഡെൽറ്റ ടി ബൈ 10. ഓക്കെ, സോ ഫോർ എവറി 10 degree റൈസ് എന്നാണ് പറയുന്നതെങ്കിൽ ഡെൽറ്റ ടി ബൈ 10. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഇത്രയും ചെയ്താൽ മതി. ഫോർ എവറി 10 degree റൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ, അതായത് റേറ്റ് ഈസ് ഗെറ്റിംഗ് ഡബിൾ എന്ന് പറഞ്ഞാൽ 2 raised to ഡെൽറ്റ ടി ബൈ 10 ചെയ്യാം. ഓക്കെ, ഫോർ എവറി 10 degree റൈസ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 10 ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ഡിഗ്രി റൈസ് ആണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുക. ഓക്കെ, സോ ഡബിൾ ആവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 2 കൊടുക്കുക, അല്ലെങ്കിൽ എത്രയാണോ ആകുന്നതെന്ന് പറയുന്നത് അത് കൊടുക്കുക. അപ്പോൾ ട്രിപ്പിൾ എന്നാണ് പറയണമെങ്കിൽ ഇവിടെ 3 കൊടുക്കണം. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഓർത്താൽ ഈ സോർട്ടിൽ വരുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഇപ്പോൾ എന്താണ് ഡബിൾ ആകുന്നു എന്ന് പറയുന്നു, 110 ആണ് ഡെൽറ്റ ടി എന്ന് പറയണത്, അത് ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. സോ 2 raised to 90 by 10, ദാറ്റ് ഈസ് 2 raised to 9, 512. ഓക്കെ, സോ യുവർ ആൻസർ ഈസ് 512 ടൈംസ്. സെറ്റാന്നേ, ഇത് മാത്രം ഓർത്താൽ മതി. യു ജസ്റ്റ് റിമെമ്പർ ദിസ്. ഈ സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഈ ഒരു ഇക്വേഷൻ തന്നെ ധാരാളം. 2 raised to ഡെൽറ്റ ടി ബൈ 10. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് റിയാക്ടൻസ് ഓഫ് എ റിയാക്ഷൻ ലീഡ്സ് ടു ചേഞ്ച് ഇൻ. ഓക്കെ, നോക്കിയേ, ഹീറ്റ് ഓഫ് റിയാക്ഷൻ ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു, ത്രെഷോൾഡ് എനർജി ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു, കൊളീഷൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു, ആക്ടിവേഷൻ എനർജി ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. എടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഉത്തരം കൊളീഷൻ ഫ്രീക്വൻസി, അതായത് നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് ഇൻ യൂണിറ്റ് വോളിയം. റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ കൂടുതൽ റിയാക്ടൻസ് ഒരു യൂണിറ്റ് വോളിയത്തിൽ വരികയും കൂടുതൽ പേർ തമ്മിൽ കൂട്ടിയിടിക്കാൻ കാരണമാകുകയും ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി ആസ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇൻക്രീസസ്, കൊളീഷൻ ഫ്രീക്വൻസി ഇൻക്രീസസ്. എന്താ കൂട്ടണേ? കൊളീഷൻ ഫ്രീക്വൻസി ആണ് കൂട്ടണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി EA is equal to 0 and the rate constant at 200 Kelvin is 1.6 into 10 raised to 6 second inverse. The rate constant at 400 Kelvin will be. Okay, so നമുക്കറിയാം ഫ്രം ദി അർഹീനിയസ് ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റന്റ് is equal to A. This is called അർഹീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ A e raised to minus EA by RT. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? K കണ്ടുപിടിക്കണം. T തന്നിട്ടുണ്ട്, R 8.314 ആണെന്ന് തന്നിട്ടുണ്ട്, EA 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അല്ല, റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, 400 കെൽവിനിലെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെസ്, 200 കെൽവിനിലെ റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, 400 കെൽവിനിലെ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ദിസ് ഈസ് നോട്ട് ദ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? ലോഗ് K1 ബൈ K2 അല്ലേ? സോറി, ലോഗ് അതന്നെ K1 ബൈ K2 ഇസ് ഈക്വൽ ടു, റൈറ്റ്? യെസ്, പറ. 2.303 EA by R T2 minus C1 by T1 T2 ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? isn't it? ഇതല്ലേ? K2 by K1 അല്ലേ? K2 by K1, യെസ്. log K2 by K1 is equal to 2.303 EA by R into T2 minus T1 by T1 T2. This is our equation, right? Yes. So log K2 by K1 is equal to EAയുടെ വാല്യൂ 0 ആണെന്ന് അവർ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ആ മൊത്ത സാധനം എന്തായിക്കോളും? 0 ആയിരിക്കുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്കറിയാം log K2 by K1 ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, ദാറ്റ് ഈസ് log ഏതോ ഒരു വാല്യൂ, ലോഗിൻ്റെ ഏതോ ഒരു വാല്യൂ K2 by K1, K2ൻ്റെ K1ൻ്റെ വാല്യൂ നമുക്കറിയില്ല. K2 by K1
എന്തോ ഒരു വാല്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയത്? 0 കിട്ടി. ലോഗ് എത്രയാണ് 0? നിങ്ങൾക്കറിയാം ലോഗ് 1 ആണ് 0 വരുന്നത്. ഓക്കെ, ലോഗ് 1 ആണ് 0. സോ ബേസിക്കലി യു വിൽ ഗെറ്റ് K2/K1 = 1. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? K2/K1 = 1 കിട്ടും. ദാറ്റ് ഈസ് K2 = K1. K2ൻ്റെയും K1ൻ്റെയും വാല്യൂ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ 1.6 × 10⁻⁶ ആണ് നിങ്ങളുടെ ഉത്തരവായിട്ട് വരാൻ പോകുന്നത്. എത്രയാണ്? 1.6 × 10⁻⁶. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. സോ ഇവിടെ ലോഗ് K2/K1 0 വരും. ലോഗ് K2/K1 0 വരണമെങ്കിൽ K2/K1 എത്രയാണ്? 1 ആണ്. K2/K1 1 എന്ന് പറഞ്ഞാൽ K2 = K1. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദി അഡീഷൻ ഓഫ് എ കാറ്റലിസ്റ്റ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഓൾട്ടേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഈ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ് മാറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ആക്ടിവേഷൻ എനർജി. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആക്ടിവേഷൻ എനർജി ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റലിസ്റ്റ് എന്നാ ചെയ്യും? ഈ ആക്ടിവേഷൻ എനർജി ഒന്ന് താത്തി കൊടുക്കും. അങ്ങനെ ആക്ടിവേഷൻ എനർജിയെ റെഡ്യൂസ് ചെയ്തിട്ടാണ് കാറ്റലിസ്റ്റ് എന്ത് കൂട്ടണത്? റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടണത്. നിങ്ങൾക്കറിയാവുന്ന കേസാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ if its rate doubles when temperature is raised from 20 degrees Celsius to 350 degrees Celsius? Okay, again ഈ ചോദ്യം വീണ്ടും നിങ്ങൾക്ക് എന്താണ് അറിയാവുന്ന ചോദ്യമാണ്. ദാറ്റ് ഈസ് ലോഗ് K2/K1 = ആ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, 6 തന്നിട്ടുണ്ട്. ആക്ടിവേഷൻ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് റേറ്റ് ഡബിൾ ആകുന്നു എന്ന് പറയുന്നു അല്ലേ. സോ K2 എന്ന് പറയുന്നത് K1ൻ്റെ ഡബിൾ ആണ്. അതാണ് നിങ്ങൾക്കുള്ള ക്ലൂ. അത് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. എനിവേസ് ചെയ്ത് നോക്കുക, വീട്ടിൽ ഇരുന്ന് ചെയ്ത് നോക്കുക. ഉത്തരം വരാൻ പോകുന്നത് 34.7 ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇക്വേഷനിലിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് എ ഹോംവർക്ക്. ഹോംവർക്ക് 2 കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോംവർക്ക് തന്നിരുന്നു. ഇത് ഇന്നത്തെ ഹോംവർക്കാണ്. ഓക്കെ, അടുത്തത്. Activation energy of a chemical reaction can be determined by evaluating the rate constant at standard temperature. Rate constant സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴി ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ? പറ്റുമോ? പറ്റത്തില്ല. Evaluating the velocities of reaction at 2 different temperatures. Then evaluating rate constant at 2 different temperatures. Yes. നമ്മുടെ ലോഗ് K2/K1 = 2.303 EA/R into T2 - T1/T1D2. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലെ റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്ടിവേഷൻ എനർജി കിട്ടും. സോ ബേസിക്കലി യു ക്യാൻ ഡിറ്റർമൈൻ ദ ആക്ടിവേഷൻ എനർജി ബൈ ഇവാലുവേറ്റിംഗ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് 2 different temperatures. ഓക്കെ അല്ലേ? യെസ്, ദാറ്റ് വാസ് അവർ ഫൈനൽ ക്വസ്റ്റ്യൻ. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും എനി ഫർദർ ഹെൽപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും you can contact us freely. Okay, so thank you so much for your patient listening. Bye bye.